വലിയ മനസ്സ് കാണിച്ച് എന്നെയും മേഡം അകത്തേക്ക് കൊണ്ടുപോയാൽ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എപ്പോഴും നിങ്ങൾ ഇത് തന്നെയല്ലേ പറയുന്നേ? ശരി വാ. നിങ്ങൾ മനുഷ്യരൂപത്തിന്റെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ഇത് ഓഫീസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. അമൂല്യ മാഡം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാർഡ് പഞ്ച് ചെയ്താൽ മതി. എന്താ പഞ്ചിങ് മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ? മെഷീൻ ഒരു കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ MD വരുന്ന സമയമായിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് ഈ പ്ലേസിൽ ക്രൗഡഡ് ആയിട്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഒന്ന് സൈഡിലേക്ക് നിൽക്കൂ. എന്ത് വേദാന്ത വരുന്നുണ്ടോ? ഓസ്ട്രേലിയ എന്താ ഇവിടെ ബസ് സ്റ്റോപ്പിന്റെ അടുത്താണോ ഉള്ളത്? ദേ പോയി ഇതാ വരാൻ. അവര് MD വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. MD എന്ന് പറഞ്ഞ വേദാന്തല്ലേ? ലോജിക്കൊക്കെ കറക്റ്റ് തന്നെ. എന്നാലും ബോസ് ഇത്രയും പെട്ടെന്ന് അത് നോക്ക്, അവര് വന്നു. ക്യാബിൻ ഓപ്പൺ ചെയ്യുന്നത് ഞാനല്ലേ? ഇപ്പോഴും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ സുഹാസിനി മാഡം വിളിച്ചിട്ട് സാഹിത്യ മാഡം റണ്ണിങ് MD ആയിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. സോ കീ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്റെ കർത്തവ്യമാണ്. എന്ത്? സാഹിത്യ മാഡം ബോസ് വരുന്നത് വരെ MD ആണെന്നോ? റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് ഞാൻ കേട്ടതുപോലെ ബാക്കി എല്ലാരും കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു. നാളെ മുതൽ ID കാർഡ് ഇല്ലാത്തവരെ ഉറപ്പായിട്ടും അകത്തേക്ക് വിടണ്ട. അവരെ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവരെ വിടണ്ട. വന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ മാഡം. ഒരു കാലത്ത് കമ്പനിയിൽ ഒരു പെൺകുട്ടി പോലും ഇല്ല എന്ന് ഞാൻ പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം കമ്പനി MD ഒരു പെൺകുട്ടിയാവുമെന്ന് ദൈവത്തിനാണേ ഞാൻ കരുതിയിരുന്നില്ല. ചേട്ടൻ അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കില്ല. അത് ഫോറിൻ ട്രിപ്പ് ആണെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടേ പോവുള്ളൂ. അവനിപ്പോ എന്തിനായിരിക്കും പോയിട്ടുണ്ടാവുക? അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടാവൂ ഇനി? അതോ അവന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും? ഛേ, അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ ഉണ്ടായിട്ടുണ്ടാവുക? ഒരുപക്ഷെ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ആദ്യം വിക്കിയും അറിഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആദ്യ സുഖമല്ലേ? ഞാൻ സുഖമായിട്ടായിരിക്കുന്നെ. നിനക്കെങ്ങനെയുണ്ട്? ഞാനും നന്നായിട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. ശരി, അത് പോട്ടെ. എനിക്ക് നിന്നെ ഒന്ന് കാണണം ആദ്യ. പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമോ? നമുക്ക് മീറ്റ് ചെയ്യാം. പക്ഷെ ചേട്ടന്റെ അടുത്ത് നിന്നെ ഞാൻ മീറ്റ് ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്തില്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതെന്നാ പറ. അത് ഫോണിൽ പറയേണ്ട കാര്യമല്ല ആദ്യം. ഇപ്പോ നീ പ്രോമിസിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമല്ല. കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ. ആദ്യ ആദ്യ
ഹലോ ഹലോ ധ്രുവ ഹലോ ഇവൻ ഇത് എന്ത് പറ്റി? ആൻസർ പറയുന്നതിന് മുമ്പ് കോള് കട്ട് ചെയ്തല്ലോ. ഞാൻ ഹെസിറ്റേറ്റ് ചെയ്തോന്നുള്ള ടെൻഷനിലാണ് കോള് കട്ട് ചെയ്തത്. എന്താ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ? ഇതുവരെ എന്താ വർക്കൊന്നും സ്റ്റാർട്ടായില്ലേ? എല്ലാവരും എന്താ ചെയ്യുന്നത്? ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ചിലർക്ക് അറിയാതെ തന്നെ എന്റെ ഫിയാൻസി വേദാന്ത് ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് വേദാന്ത് വെഞ്ചേഴ്സ് ആൻഡ് ആദ്യ ഓർഗാനിക്സ് MD പൊസിഷൻ ഞാനാണ് ഇനി മുതൽ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. ഹലോ, നീ എന്തൊക്കെയാ പറയുന്നത്? ഒരു MD എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? രാവിലെ തന്നെ ജോക്ക് പറയാൻ വേറൊന്നും കിട്ടില്ല നിനക്ക്. മിസ്റ്റർ സിദ്ധാർത്ഥ്, ഇത് വീടല്ല, ഓഫീസ്. നമ്മൾ തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടെങ്കിലും അത് വീട്ടിൽ വെച്ചേക്കും. ഇക്കാര്യത്തിൽ തമാശ കളിക്കാൻ വെറും പൊട്ടിയല്ല ഞാൻ. ആ തമാശ കണ്ടിരിക്കാൻ നിങ്ങൾ പൊട്ടന്മാരുമല്ല. എവിടേക്ക് കോൾ ചെയ്താ നിങ്ങളുടെ സംശയം മാറുമോ അവിടേക്ക് കോൾ. Come to my cabin. അവിടെ നിക്ക്. സോറി. നീ എന്താ കേട്ടത്? സത്യം പറഞ്ഞ ഞാൻ ഒന്നും കേട്ടില്ല. സത്യം പറ. അതാ പറഞ്ഞത്, ഞാൻ ഒന്നും കേട്ടില്ല. പിന്നെന്തിനാ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നത്? കേട്ട് കാണുമെന്ന് നീ തെറ്റിദ്ധരിച്ചാലോന്ന് ഭയന്നിട്ടാ. അങ്ങനെയാണെങ്കിൽ നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. അയ്യോ ഇല്ലെന്നേ. ആക്ച്വലി അമ്മ നിങ്ങക്ക് കോഫി തരാൻ പറഞ്ഞു. ഞാൻ പോയി കോഫി വേണോന്ന് ചോദിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ കോഫി വെറുതെ ആ ടേബിളിൽ വെച്ച് വേസ്റ്റ് ആയി പോയാലോന്നാ വിചാരിച്ചത്. അതിനാണോ നീ ഈസ്ട്രാപ്പിംഗ് ചെയ്യുന്നത്? ആ എന്താത് ഈസ്ട്രാപ്പിങ്ങോ? അതെ. ഡിഗ്രി തന്നെ പാസ്സായിട്ടില്ല, അപ്പഴാ മനുഷ്യന് മനസ്സിലാവാത്ത എന്തൊക്കെയോ ഇംഗ്ലീഷ് സംസാരിക്കുന്ന. നിന്നോട് ചോദിക്കുന്നത് ഞാനാ. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. പറയാൻ ഞാൻ സംസാരിക്കുന്ന ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നോ? അയ്യോ ഞാൻ അങ്ങനത്തെ പെങ്കൊച്ചല്ല. ആക്ച്വലി ഞാനൊന്നും കേട്ടതേ ഇല്ല. ഞാൻ വന്ന് നിന്നു. നീ ഏതോ ആദ്യാന്ന് പേരുള്ള ആരോടോ സംസാരിക്കാന്ന് മാത്രം മനസ്സിലായി. അത് നമ്മുടെ ചേച്ചിയുടെ പേരല്ലേ? അപ്പൊ ഞാൻ പോലും അറിയാതെ ഒന്ന് ശ്രദ്ധിച്ചു പോയി, അത്രേ ഉള്ളൂ. പിന്നെ നീ വന്ന് കണ്ടിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ അത് അങ്ങനെ തന്നെ ആയിപ്പോയി. ഹലോ, അത് നിന്റെ ചേച്ചിയല്ല. പിന്നെ ആരാ? ഗേൾഫ്രണ്ടാ? അതിന് ഞാൻ സിംഗിളാ. ഉടനെ മിംഗിളാവാൻ താല്പര്യവുമില്ല. അവൾ എന്റെ ഈവനിങ് കോളേജിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ നോട്ട്സിനെ കുറിച്ച് സംസാരിച്ചതാ. നിന്റെ ചേട്ടത്തിയുടെ പേര് ആദ്യാന്നായിരിക്കും. അതുകൊണ്ട് ആദ്യ എന്ന് പേരുള്ളവരെല്ലാം നിന്റെ ചേട്ടത്തി ആവണമെന്നില്ലല്ലോ. ഓഹോ അതെ അല്ലേ? കറക്റ്റ്, എനിക്ക് മനസ്സിലായി. ഇനി ഒരു പ്രാവശ്യം എന്റെ റൂമിന്റെ അടുത്ത് വന്ന് ഇതുപോലെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന പണി ഇതാണുണ്ടല്ലോ, പിന്നെ ഞാൻ പറയുന്നില്ല. ശരി, എന്റെ റൂം വന്ന് ഞാനൊന്നും പറയുന്നില്ലെന്ന്. ഓ, ഒരു ദേഷ്യക്കാരൻ വന്നിരിക്കുന്നു. എന്തൊരു അഹങ്കാരം ഇത്. ഹലോ, ആദ്യം ഈ റൂം എന്റേതായിരുന്നു. പറയാൻ വന്നിരിക്കുന്നു. കാട്ടുപോത്ത്. സാഹിത്യ, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? നിന്നെ MD ആക്കിയതാരാ?
ഇതെന്താ സിനിമയാണോ? ഇത്ര പെട്ടെന്ന് ഈ ചെയറിലേക്ക് മാറി വന്നിരിക്കാൻ? നിങ്ങൾ തന്നെ പറയൂ സിദ്ധാർത്ഥ്, വേദാന്ത് സ്ഥലത്തില്ലെങ്കിൽ ഈ കമ്പനിയുടെ അതോറിറ്റി ആർക്കാണ് പോവേണ്ടത്? അത് സുഹാസിനി അമ്മായിക്കാണെന്ന് എനിക്കറിയാം. പക്ഷെ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ആദ്യം എന്നോട് പറയും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആരെയാണ് വിളിച്ച നിങ്ങളുടെ സംശയം മാറുക അവരെ തന്നെ വിളിച്ച് കൺഫേം ചെയ്തേക്ക്. സാഹിത്യ, സൗണ്ട് ഉണ്ടാക്കാതെ സിദ്ധാർത്ഥ്. ഹാ, അത് വിക്കിയോടും പറഞ്ഞേക്ക്. ഇനി മുതല് എന്നെ ചേട്ടത്തിന്ന് വിളിച്ചാ മതിയെന്ന്. എന്തടിസ്ഥാനത്തിലാണ് നീ പറയുന്നത്? ഇന്നലെ വേദാന്ത എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞല്ലേ നിന്നെ കല്യാണം കഴിക്കില്ലാന്ന്. നീ അത് ശരിക്കും കേട്ടതല്ലേ? കം ഓൺ സിദ്ധാർത്ഥ്, റിലേഷൻഷിപ്പായ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അത് പറഞ്ഞ് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയാൻ പറ്റുമോ? ആക്ച്വലി അവരെ ഞാൻ തന്നെയാ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഓൺ ദ വേ ഞങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ആയി. ആ കഥയൊന്നും എന്റെ അടുത്ത് പറയണ്ട. നീ ഇപ്പൊ MD ആയിന്ന് പറയുന്നതിന്റെ പ്രൂഫ് എനിക്ക് കാണിക്കും. സഡൻ ആയിട്ട് ഇങ്ങനെ ചേഞ്ചസ് ഇപ്പൊ വരുത്തിയ എല്ലാവരും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത് നേരത്തെ തന്നെ ക്യാബിനിലേക്ക് കൊണ്ടുവന്നത്. കണ്ടോളൂ. വേദാന്ത് വെഞ്ചേഴ്സിന്റെയും ആദ്യ ഓർഗാനിക്സിന്റെയും പേരിലുള്ള ഷെയറിൽ 40% ഷെയർ വേദാന്ത് സാഹിത്യക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഇതിലുണ്ട്. എന്നാൽ ഇതില് ബോസിന്റെ സിഗ്നേച്ചർ ഇല്ലല്ലോ സിദ്ധാർത്ഥ് സാറേ. അതെനിക്കറിയായിരുന്നു. പക്ഷെ വേദാന്തിന്റെ സിഗ്നേച്ചറിനെക്കാളും പവർഫുൾ സിഗ്നേച്ചർ അതിലുണ്ടല്ലോ. എന്താ കാണുന്നില്ലേ? ഇതില് സുഹാസിനി ആന്റിയുടെ സിഗ്നേച്ചർ ഉണ്ടല്ലോ. യെസ്, അത് സുഹാസിനി ആന്റിയുടെ സിഗ്നേച്ചർ തന്നെയാ. ആന്റി അങ്ങനെ ഇങ്ങനെയൊന്നും സൈൻ ഇടുന്ന ആളല്ല. ഇപ്പോ അവർക്ക് വേദാന്തിന്റെ ആബ്സെൻസിലെ എല്ലാവരെക്കാളും ബെറ്റർ ഞാനാണെന്ന് തോന്നിയിരിക്കും. അമൂല്യ, നിനക്കൊരു ജോലിയുണ്ട്, അതാ ഞാൻ നിന്നെ വിളിച്ചെ. എന്ത്? കാറ് വെളിയിൽ നിർത്തിയിരിക്കുക. പാർക്ക് ചെയ്തിട്ട് വന്നോളൂ. അത് ഞാൻ ചെയ്തോളാം. ഹലോ മിസ്റ്റർ സുമേഷ്, കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങനെ പെർമനന്റ് ആയിട്ട് വീട്ടിലേക്ക് തന്നെ പോയിക്കോളൂ. എനിക്ക് നിന്നെ പോലെയുള്ളവരെ ഇവിടെ ആവശ്യമില്ല. ഈ ക്ഷണം ഞാൻ നിന്നെ ഈ ജോലി നിന്ന് എന്നേക്കുമായിട്ട് പിരിച്ചുവിടുക. You are fired, Sumesh. നീ എന്താ പറയുന്നതെന്നുള്ള വല്ല ബോധമുണ്ടോ നിനക്ക്? നിനക്ക് എങ്ങനെ സുമേഷിന് പറഞ്ഞു വിടാൻ പറ്റും? നിനക്ക് അതിന് അധികാരം തന്നത് ആരാ? നിന്റെ ബോസിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അമൂല്യ. ഞാൻ വേദാന്തിന്റെ അടുത്ത് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴാണോ നീ? ഇനി നീ എന്നും താൻ എന്നും ഒക്കെ എന്നെ വിളിക്കണ്ട. നീ ഞാനാ ഈ കമ്പനിയുടെ റണ്ണിംഗ് MD. പവർ ഓഫ് അറ്റോർണി എന്റെ പേരിലാ ഉള്ളത്. ഞാൻ എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുവോ അത് തന്നെ ചെയ്യും. പവർ ഓഫ് അറ്റോർണി വന്നു പറഞ്ഞ് എന്ത് ചെയ്യാന്നൊന്നും നീ കരുതണ്ട. അതിനേക്കാളും കൂടുതൽ ഈ കമ്പനിയിൽ വേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് എന്ത് തന്നെയായാലും ബോസിന് താഴെയുള്ളവർക്ക് അത് അപ്ലൈ ആവുക.
ബോസിനല്ല. ഇവരുടെ രണ്ടുപേരുടെയും വഴക്കിന്റെ ഇടയിൽ വീട്ടിൽ പോകേണ്ടി വരുന്നത് ഞാനാ. ഇത്രയും ദിവസം ഈ കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്തിട്ടും എംപ്ലോയി പോളിസി വായിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രശ്നമോ സാഹിത്യ? HR-നെ പറ്റിയൊന്നും നീ എന്നോട് പറയാൻ വരണ്ട. എംപ്ലോയീസിന്റെ വർക്ക് ബോസിന് ഇഷ്ടമായില്ലെങ്കിൽ ബോസിന് അവരെ ടെർമിനേറ്റ് ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ അതെന്തെല്ലാം സെറ്റിൽമെന്റ് ചെയ്യണോ അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സെറ്റിൽ ചെയ്യാം. ഞാൻ ഈ റൂൾസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് നിന്നെ പോലെ മുന്നും പിന്നും ചെക്ക് ചെയ്യാതെ ഒന്നും അല്ല. സുമേഷിനെ ഇവിടെ ജോലിക്ക് വെച്ചത് ബോസാ. എന്ന് വെച്ചാ വേദാന്ത്. സുമേഷിന് ഈ ജോലിന്ന് പറഞ്ഞു വിടാൻ അധികാരമുള്ളതും വേദാന്തിന് മാത്രമാ. എന്താണെന്ന് വെച്ചാ സുമേഷ് വേദാന്തിന്റെ PA. ഇവരുടെ കാര്യത്തില് ആർക്കും തലയിടാൻ അവകാശമില്ല. ഇതെല്ലാം സുമേഷിന്റെ ജോയിനിങ് ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം. നീ അത് ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ ബോസ് ആവാനല്ല HR ആവാൻ പോലും നീ അൺഫിറ്റ് ആണെന്ന അർത്ഥം. ദേവിയെ പോലെ വന്ന് അമൂല്യ മേഡം എന്നെ രക്ഷിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഈ രാക്ഷസി എന്നെ ഇപ്പം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു.